ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിതാ ഞാൻ അമ്പിളു, അമ്മ, അതുപോലെ അമ്മു, ഞങ്ങളെല്ലാവരും കൂടി ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് വെച്ചിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ അമ്മയ്ക്കൊരു ബാഗ് വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ, അപ്പം ഒന്ന് പുറത്തൊക്കെ പോയി. എന്തായാലും അമ്മയ്ക്ക് ലീവാണ്. അതുപോലെ അമ്മു ഉണ്ട്. അമ്മു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോവുള്ളൂ. എനിക്ക് കമ്പനിക്ക് ആളുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ വർക്കായിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞങ്ങളിതാ പരപ്പനങ്ങാടിക്കാണ് വന്നത്. നമ്മളെ പരപ്പനങ്ങാടിക്ക് വന്നു. അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അമ്പുടിൻ്റെ അടവുകളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ബാഗ് എടുത്തു. അവിടെ ഒരു ബ്ലൂ ബാഗാണ് കേട്ടോ എടുത്തത്. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മറ്റേ കറി വയ്ക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടേക്ക് വന്നു. അപ്പോൾ അമ്മയും അമ്മൂത ഓരോന്ന്, അവരൊക്കെയാണ് രാവിലെ ഉണ്ടാക്കുന്ന ടീംസ് കേട്ടോ. അപ്പോൾ പിന്നെ അവരെന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് നല്ലോണം എണീക്കൽ. ഞാൻ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ കഴിഞ്ഞാൽ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അധികം അമ്പലത്തിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു അമ്പല സീസൺ അല്ലേ, നമ്മൾ മണ്ഡലകാലമാകുമ്പോൾ കുറേ ഉത്സവങ്ങളും മറ്റേ അന്നദാനവും ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോ അമ്പലത്തിൽ. അപ്പോൾ അവിടേക്കൊക്കെ നമ്മൾ പോക്കാണ്. അധികം വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കലില്ല, കുറവാണ്. എന്നാലും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എന്തായാലും അമ്മ ഉണ്ടാക്കി വയ്ക്കും. അമ്മയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം ഫുഡ്. അപ്പം എന്തായാലും അമ്മ ഫുഡ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ അമ്പടും ഉള്ളതല്ല, അമ്പടിന് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ഓരോത് കഴിക്കാനും അമ്മ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. അമ്പടും ഞാനിങ്ങനെ എടുത്തിരുന്നേക്ക് ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തിടുന്നുണ്ട്. അമ്പടും ഓരോന്ന് എടുത്തിടാൻ തുടങ്ങി. കൊട്ടയ്ക്ക് ഇങ്ങനെ എടുത്തിടാൻ. അവനത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ പിടിച്ച് ഞാൻ കയ്യിലൊക്കെ കൊടുക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കലൊന്നുമില്ല. അവന് ഉന്താൻ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ നമ്മൾ എന്താ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്നുള്ളതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും പൂള ചിപ്സാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ലാസ്റ്റ് കുറേ നോക്കി പിന്നെ പൂള ചിപ്സ്. എവിടെ പോയാലും അമ്പുടിനൊരു കമ്പനിക്കാരുണ്ടാവും കേട്ടോ. പിന്നെ ഓനിട്ട് രണ്ട് നോട്ടൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ അമ്പുടിന് സമാധാനമാവും. ഇത് അവിടുന്ന് മുട്ടായിൻ്റെ സ്ഥലത്താണ് നമ്മൾ ബില്ലിങ്ങിൽ എത്തിയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓരോ മുട്ടായി എടുത്ത് അതിലേക്ക് ഇടും. ഞാൻ പിന്നെ ഇങ്ങോട്ട് എടുത്തിടും അങ്ങോട്ട് എടുത്തിടും, അത് തന്നെയായി. അങ്ങനെ പിന്നെ നമ്മളടുത്തുള്ള അമ്മയ്ക്ക് അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതീസിട്ട് നമുക്ക് പ്രൈസ് ഒന്നും കുറഞ്ഞൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണിച്ച് പിന്നെ അവരോട് കുറച്ചമ്മ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളിതാ ഓരോ കുപ്പിക്ക്, ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ പണി. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൻ്റെ ആയിട്ടുള്ള കുപ്പിയിലൊക്കെ ആക്കുക. പിന്നെ അമ്മ സോപ്പും പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പും പൊടി കുറച്ച് ഡീപ്പായിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പം അടുത്തൊന്നും പിന്നെ വാങ്ങണ്ടല്ലോ. അപ്പോൾ കുറച്ച് തോനെയായിട്ട് അവിടെ വാങ്ങിയാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഓരോ കടല, മറ്റേ എന്താണ് ചെറുപയർ, പിന്നെന്താണ് മുതിര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്. ഇതിപ്പോൾ അമ്മ ഓർമ്മയില്ലാണ്ട് കുപ്പി മാറിയിട്ടതാണ്, അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ അതാ ഉഴുന്ന് പരിപ്പ്, നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊക്കെ വേണമല്ലോ ഈ സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അത് ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെന്നോളും. മറ്റേ നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉടായ്പായിരിക്കും. നമ്മൾ തലേ ദിവസത്തെ മീൻകറി, തലേ ദിവസത്തെ ചിക്കൻ കറി, തലേ ദിവസത്തെ ഫുഡുകളൊക്കെ അധികം കഴിക്കുക. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ഫ്രഷ്നെസ്സിൽ അങ്ങനെ കഴിക്കും. കുറേയൊക്കെ ഇങ്ങനെ നോലുമ്പെടുക്കാനുള്ളൊരു ഗുണമുണ്ട് കേട്ടോ. പക്ഷേ കുറേയൊക്കെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ 2 കൊല്ലമായിട്ട് മാല ഇട്ടിട്ട് ഇപ്പോൾ 2ാമത്തെ കൊല്ലമാണ് കേട്ടോ അത്. മാല ഇട്ട് ഇത്രയും ഒരു 41 ദിവസം നോലുമ്പെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 കൊല്ലത്തിലാണ് ഇപ്പം എടുക്കുന്നത്. 2ാമത്തെ കൊല്ലം ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്തേ ഞാൻ എടുക്കലില്ല കേട്ടോ നോലുമ്പൊന്നും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും അമ്മും ആണ് ഇന്നുള്ളത്. അമ്മ രാവിലെ ജോലിക്ക് പോയി, അച്ഛനും പോയി, അമ്മടും ഇതവിടെ. ഞങ്ങൾ 3 കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. പോകുമ്പോൾ ഏട്ടനും കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. പിന്നെ ഏട്ടന് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്കും കുറച്ച് പച്ചക്കറി വാങ്ങണം. ഇവിടെ അടുത്ത് തന്നെ ചന്ത ഉണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ നല്ല ഫ്രഷ് പച്ചക്കറി ആയിരിക്കും. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്ന പോലെയല്ല, അടിപൊളി പച്ചക്കറിയാണ് കേട്ടോ. എന്നാൽ കേടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. നമ്മൾ നോക്കി അങ്ങനെ കേടുള്ളതൊന്നും നമുക്ക് കടയിൽ പോയാലും അധികം കേടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മൾ നേരത്തെ പോയാൽ നല്ല കിട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെ വാടി ഇതൊക്കെ ആവുമല്ലോ. നമ്മൾ ആ ഒരു ഫ്രഷിൽ ഒന്ന് വാങ്ങിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ ലാഭമാവും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടന്ന് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി കേട്ടോ. എത്തി ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കുറച്ചും കൂടെ നടന്നു വരാനുള്ളൂ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ കുറച്ച് ഏട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ളത് വാങ്ങിച്ച്. നല്ല പച്ചക്കറി കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളി. ഒരു കോളിഫ്ലവറിനൊന്നും ഒരു കുഴപ്പമേ ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ വാങ്ങിക്കുന്നതിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല പച്ചക്കറി നല്ല ഫ്രഷിൽ നമുക്ക് വാങ്ങിക്കുന്നത് നല്ല എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭയങ്കര താല്പര്യമാണ്. പിന്നെ എല്ലാത്തിനും വില കുറവാണ് കേട്ടോ. 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചാലും കുറേ ആയിട്ട് കിട്ടും. പിന്നെ അധികം വില ഉള്ളത് പറഞ്ഞാൽ ഉള്ളി, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ തക്കാളി എന്തോ 1 കിലോന് 60 അങ്ങനെ എന്തായിരുന്നു ഒന്ന് വാങ്ങിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വില കുറവുണ്ടാവും, വില കൂട്ടുന്ന സമയം ഉണ്ടാകുന്നത് ഈ നോലുമ്പിൻ്റെ സമയമൊക്കെ നമുക്ക് നോലുമ്പാവുന്ന സമയത്ത് നല്ല വില കൂടുതലുണ്ടാവും എല്ലാ പച്ചക്കറിയും. പക്ഷെ ഇവിടെ കുറവുള്ളതുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ചേന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഏട്ടൻ കൂട്ടാൻ തുടങ്ങിയിട്ട് എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ളതും വേറെ വാങ്ങിക്കണം. അപ്പം ടോട്ടൽ 3 കവർ ഉണ്ടായിരുന്നു കേട്ടോ. 2 കവർ ഞാൻ പിടിക്കും, പിന്നെ അതുവിന് അമ്മ പിടിക്കും, പിന്നെ 1 കവർ ഞാൻ പിടിക്കും. അങ്ങനെയായിട്ട് എങ്ങനെയെങ്കിലും നമ്മളിവിടെ വീട്ടിലെങ്ങനെയൊക്കെ എത്തിച്ച് കുറേ തലയിലും കുറേ ഷോൾഡറിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി. പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മളിവിടെ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റേത് നമ്മളൊരു ചാക്കിലോ അല്ല പേപ്പറിലോ ഒക്കെ വിരിച്ച് വയ്ക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ എല്ലാ പച്ചക്കറിയും പുറത്തേക്ക് എടുത്തേക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയുള്ള പച്ചക്കറി കുറച്ച് ബാക്കിയിട്ടുണ്ട്. ബീൻസ് അങ്ങനത്തെ കുറച്ച് പച്ചക്കറി ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എടുക്കും കേട്ടോ. ഓരോ ദിവസം ഓരോ കറിയായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അതിനുള്ളത് നമ്മൾ വാങ്ങിച്ചാൽ മതി. കുറേ നമ്മൾ വാങ്ങിക്കൂട്ടരുത്. ആവശ്യത്തിനുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിക്കുക. അത് കഴിഞ്ഞ് പിന്നെയും വാങ്ങിക്കാമല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ളതാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഉള്ളിയൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വല്ലാണ്ട് വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ അമ്മയ്ക്ക് കുമ്പളം. ഇത് അമ്മയ്ക്ക് മറ്റെന്തോ ജ്യൂസ് അടിക്കാൻ, കുമ്പളം തന്നെയല്ല ഇതിന് പറയുക, ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ അതാണ് കുടിക്കുക. അതിനിടയിൽ അങ്ങനെ ചൂടിൽ വന്ന അമ്മ വെള്ളം ഉണ്ടാക്കി തന്നിരുന്ന വെള്ളം കുടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഓരോ കവറിലാക്കി എടുത്ത് കേട്ടോ. കവറിലാക്കിയാൽ പച്ചക്കറി അധികം കേടുവരില്ല കേട്ടോ. അത് നമ്മൾ ഇന്നാൾ വാങ്ങിച്ച ബീൻസാണ്, ഒന്നും കേടേ വന്നിട്ടില്ല അത്. അപ്പോൾ പിന്നെ ഇനി അത് ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ച് ബാക്കിയൊക്കെ ഓരോ കവറിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അമ്മ വരുമ്പോഴത്തേന് ഇതൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ കുറച്ചൊക്കെ പണി ഒഴിഞ്ഞിട്ടല്ലോ. അപ്പം അതൊക്കെ സെറ്റാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്പുടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണൊക്കെ ഉണ്ട്. പിന്നെ അമ്പുടിൻ്റെ അടുത്തേക്ക് കുറേ പോകുന്നുണ്ട്. ഓരോന്നിനും ഇങ്ങനെ വിളിക്കും. അപ്പം അതൊക്കെ പയറാണ്. പിന്നെ പച്ചപ്പയറിന് നല്ല വില കുറവാട്ടോ. നല്ല പച്ചപ്പയറായിരുന്നു, നല്ല രസമാണ്. ഉപ്പേരി ഉണ്ടാക്കിയാലൊക്കെ നല്ല രസമാണ്. നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് സെറ്റായിരിക്കും. വലിയ ഉള്ളിയില്ല, ചെറിയ ഉള്ളി കുത്തിച്ചിട്ട് ഉണ്ടാക്കട്ടെ, അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടി. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും അമ്മും പിന്നെ മറ്റേ പച്ചക്കറിയൊക്കെ വേറെ ആക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയാം, അതുണ്ടാക്കാം, നാളെ അതുണ്ടാക്കാം, മറ്റന്നാൾ അതുണ്ടാക്കാം. പിന്നെ ഓരോ വിശേഷങ്ങൾ, ഏട്ടൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് പറയും. ഓൾ പിന്നെ ഓളതായിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ കുറേ മിണ്ടാണ്ടിരിക്കും. അതൊക്കെയാണ് എങ്ങനെയൊക്കെ സമയം പോകണ്ടേ. അപ്പോൾ അതിങ്ങനെ എടുത്തേക്കുക. പിന്നെ കരിവേപ്പിനെല്ലൊക്കെ നമ്മൾ പാത്രത്തിലാക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുക, ചെറിയ ടിന്നിലാക്കിയിട്ട്. നമ്മളെ ബിരിയാണിയൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ ബോക്സിലായിട്ട്. അപ്പോൾ ആ ഒരു ബോക്സ് കഴുകിയിട്ട് ആ ബോക്സിലിട്ടൊക്കെയാണ് ചെയ്യുക. നമ്മൾ കറുപ്പ് അവിടെ മേലെ തന്നെ കാണുന്നുണ്ട്, ടേബിളിന് മേലെ ആ ബോക്സിലാണ് നമ്മൾ ഇട്ടേക്കുക. അങ്ങനെ ആക്കി വെച്ചാൽ കറിവേപ്പിൻ്റെ നമുക്ക് കുറേ ഈട് നിൽക്കും കേട്ടോ, കേട് വരില്ല അങ്ങനെ. അതുപോലെ പച്ചമുളക് അതിൻ്റെ ഇല്ലി അങ്ങോട്ട് പോക്കിയിട്ട് അതിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പച്ചക്കറിയാണ്. ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു ചാക്കിലാക്കിയിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഞാനിവിടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നു. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണുള്ളത്. അതിനെ പിറ്റേ ദിവസം രാവിലെയായി ഞാൻ വർക്കിന് പോകാൻ തുടങ്ങും കേട്ടോ. ഇപ്പോൾ 1 മാസമായിട്ട് വർക്കിന് പോകലില്ലായിരുന്നു വീട്ടിലായതുകൊണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നു. അമ്മടും അംഗനവാടിയിലേക്ക് പിന്നെ അമ്മാക്കി കൊടുത്തോളും. ഏട്ടൻ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പാടത്തിൻ്റെ കൂടെ നടന്നു പോവാണ് കേട്ടോ. പാടത്തിൻ്റെ അവിടെയുള്ള കുറേ വിശേഷങ്ങളാണ്. ഓരോ പശു, മറ്റേ കൊക്ക്, നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൽ പോകുമ്പോൾ ഒരു പ്രത്യേക റിലാക്സേഷൻ. അങ്ങനത്തേക്ക് ഓരോന്ന് കാണുമ്പോഴും കാപ്പിത്തോട്ടവും നമ്മളെ കുളവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ഒന്ന് ഓഫീസിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് കുറേ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കൈ പിടിച്ച് കുറച്ച് മണത്ത് കുറച്ച് തലയിലൊക്കെ വെച്ച് ബാക്കിയുള്ള ഫ്രണ്ട്സിന് കൊടുക്കാൻ വെച്ചിട്ട് ബാഗിലൊക്കെ വെച്ചിട്ട് മെല്ലെ ഓടുകയാണ് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ മോഷൻ ആക്കിയത്. ഇത്ര നേരം ഓടുകയായിരുന്നു. ബസ് പോയാൽ പിന്നെ മക്കളെയൊക്കെ പോയി. അപ്പോൾ നമ്മളിതാ കണ്ടോ,
നമ്മളത് അവിടെ എത്തി. നമ്മൾ ചെറുക്കോട് അങ്ങാടിയിലെത്തി. ഇനി ഇവിടുന്ന് നേരെ നടന്നു പോകാം, ബസ് കയറാം. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. നമ്മൾ തിരൂർ ബസ്സിലാണ് കേട്ടോ കയറിയത്. തിരൂർ ബസ്സിൽ കയറി അതോടെ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട്. പരപ്പനങ്ങാടിയിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. ഇവിടെ സ്റ്റാറൊക്കെ തൊട്ടിട്ടുണ്ട്, പള്ളിയിൽ സ്റ്റാറൊക്കെ തൊട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളാണ് കേട്ടോ, വലിയ സ്കൂളാണ്. അപ്പോൾ സെറ്റപ്പാക്കി വലിയ കോളേജ് പോലെ ആക്കിയിടാം. അതൊക്കെ കഴിഞ്ഞ് ഞാനത് ആ ഓഫീസിൽ ഇവിടെ എത്തി. അയ്യോ വയ്യ, അങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ കയറി. ഇനിയിപ്പോൾ ആരാ ഉണ്ടാവും ഓഫീസിൽ, ചാവി ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, നിമ്മി വന്നിട്ടുണ്ട്. അവളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവിലായിരുന്നു, ഓൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും നിമ്മിയും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് നേരം ആരും വന്നിട്ടില്ല കേട്ടോ, സമയം ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ശരണേച്ചി വന്നിട്ടുണ്ട്. ഇത് നിമ്മീൻ്റെ ചേച്ചിയാണ് കേട്ടോ, ശരണേച്ചി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളായി. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കൊക്കെ തുടങ്ങി. നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള സാറും മേഡമൊന്നും വന്നിട്ടില്ല. അപ്പം 10 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ വർക്ക് ടൈം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഫോണൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഓഫീസ് ഫോൺ ഐഡികളായിട്ട് അങ്ങനെ പോകും. ഞാൻ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമാണ്, നമ്മളെ ഫോൺ കയ്യിലുള്ളപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ വർക്കിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഫുഡ് കഴിക്കൽ, ഫുഡിൻ്റെ സമയത്ത് ലഞ്ച് ടൈമിലാണ് നമുക്ക് പിന്നെ ഫോൺ കിട്ടുക. അത് പിന്നെ ലഞ്ച് ടൈമാണ് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതവിടെ ഇരുന്ന് വർത്താനം പറയില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫോൺ എടുത്ത് വെക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വൈകുന്നേരമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങാനൊക്കെ ഒന്ന് പോയി, ജസ്റ്റ് ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി വന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ആരെയും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബായ്. നമ്മളിപ്പോൾ കുറേ ദിവസത്തെ കുഞ്ഞു വീഡിയോകളാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും ഇനി സെറ്റപ്പുള്ള വീഡിയോ നമുക്ക് സെറ്റാക്കി കൊണ്ടുവരണം. അപ്പം ഓക്കെ ബായ്.